ആദ്യത്തെ ധ്യാനം എവിടെയായിരുന്നു അച്ഛൻ്റെ കരിസ്മാറ്റിക് ധ്യാനം ഞാൻ ക്രൈസ്റ്റ് വെച്ചാണ്. ഫാദർ ഹിലരി മിറാൻഡയും ടെറൻസ് ഫോണും രണ്ടുപേരുമാണ് ധ്യാനിപ്പിച്ചത്. 1978 ആ ധ്യാനം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. കാരണം ഒരു സാധാ വൈദികനായിരുന്ന എനിക്ക് പരിശുദ്ധാത്മ സഹായത്തോടുകൂടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിക്കും എന്ന് അവിടെ ഒരു പ്രൊഫസി മാതിരി ടെറൻസ് ഫോൺ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായിരുന്നു. ഞാൻ ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു 10-15 പേർക്ക് ഡയറക്ടർ റിട്രീറ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഒരു വലിയ സംഖ്യ, ഒരു 100-150 പേർക്ക് ഒരുമിച്ച് വന്ന് ദൈവാഭിമുഖ്യത്തിലേക്ക് വരാനായിട്ടും പരോന്മുഖരാകാനായിട്ടും സാധിക്കുന്ന ഒരു വേദിയായിട്ട് ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തെ കണ്ടു. അച്ഛാ, സത്യത്തിൽ 1981 22,000 ആളുകൾ ഒന്നിച്ചുകൂട്ടി ഒരു കൺവെൻഷൻ കേരളത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ അതിനകത്തുണ്ടായി എന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അച്ഛൻ ആ കൺവെൻഷനെ അച്ഛനൊന്ന് സ്മരിക്കാമോ? അതിലൂടെയാണ് അച്ഛൻ പറഞ്ഞു കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേക്ക് വ്യാപിച്ചത്, ഇടവകളിലേക്ക് ഇത് ഇറങ്ങിയത് ഒക്കെ ഇതിലൂടെയാണ്, ഈ കൺവെൻഷനിലൂടെയാണ്. 81 ഈ നാഷണൽ കൺവെൻഷൻ കേരളത്തിൽ വെച്ച് നടന്ന ഈ കൺവെൻഷനെ കുറിച്ച് അച്ഛൻ്റെ ചില ഓർമ്മകൾ. ഈ നാഷണൽ കൺവെൻഷൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അന്ന് ഒരു ദിവസം വൈകിട്ടാണ്, ഡിസംബർ തീയതി ഞാൻ ഓർക്കുന്നില്ല, വൈകിട്ടാണ് തുടങ്ങുന്നത്. അന്ന് ആ ദിവസം ബന്ദായിരുന്നു കേരളത്തിൽ. ആളുകൾ ആലുവായിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വന്ന ആൾക്കാരുണ്ട് തേവരയിലേക്ക്. അത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നാണ് ആളുകൾ വന്നിരുന്നത്. പക്ഷെ എന്നിട്ടും അന്ന് വൈകിട്ടൊരു 8,000-10,000 ആൾക്കാരോളം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മുഴുവൻ വണ്ടികളുണ്ടായിരുന്നു. ഏതായാലും ധാരാളം അച്ഛന്മാർ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അവരുടെ ഇടവകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങി. ആൾക്കാർ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു പ്രതീതിയാണ്. വചനബദ്ധമായ ജീവിതം നയിക്കുന്നതും ഫ്രീക്വൻറ്റിങ് കുദാശകൾ കൂടെ സ്വീകരിക്കുന്നതും പള്ളിയിൽ ആളുകൾ ഒരു 3-4 ഇരട്ടി വീതം വർദ്ധിക്കുകയായിരുന്നു പള്ളിയിലെ അറ്റൻഡൻസ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ 81 കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കേരളം മുഴുവൻ ഇന്ന് ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാനുള്ള നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 77 KST തുടങ്ങിയത്. തമ്പുരാൻ തന്ന ഒരാശയമാണ് എമ്മാവൂസ് എന്നുള്ള പേര്. അത് കൊടുത്ത് KSTയിലിട്ട് എല്ലാവരും സംതൃപ്തിയോടുകൂടി അത് സ്വീകരിച്ചു. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞത്, ഈ എമ്മാവൂസ് ഇവിടെ വരുന്ന ആളുകൾക്ക് എമ്മാവൂസ് അനുഭവം ഉണ്ടാകണം. HMT ജംഗ്ഷനിൽ നിന്ന് നടന്ന് എമ്മാവൂസിലേക്ക് വരുമ്പോഴത്തേക്ക് കർത്താവിനോട് കൂടി നടന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ കർത്താവിനോട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അവിടെ വന്നു അവരുടെ അസ്വസ്ഥമായ മനസ്സിൽ കർത്താവ് തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട്, കുദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നു. കൗൺസിലിങ്ങിനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ജീവിത നവീകരണത്തിനുള്ള അവസരവും നല്ല മോട്ടിവേഷനോടു കൂടി, നല്ല ലക്ഷ്യബോധത്തോടു കൂടി സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി തിരിച്ച 2 ശിഷ്യന്മാരെ പോലെ തിരിച്ച് തങ്ങളുടെ ഭവനങ്ങളിലേക്ക്, തങ്ങളുടെ രൂപതകളിലേക്ക് പോയിട്ട് തിരിച്ചു പോകണം. അങ്ങനെയുള്ള ഒരു രൂപാന്തരീകരണത്തിൻ്റെ അവസരമാക്കിയിട്ടാണ് ഈ സ്ഥാപനത്തെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഒത്തിരി പേര് അത് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അതായത് എമ്മാവൂസിൽ നിന്ന് തിരിച്ചു പോകുമ്പം സഭയോടുള്ള സ്നേഹമോ, തിരിച്ചുപോയി എന്തെല്ലാമോ ചെയ്യണമെന്നുള്ളൊരു വലിയ ഉത്സാഹത്തോടെ തിരിച്ചു പോകുന്ന വ്യക്തികളെയാണ് കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം വന്ന്. ശരിക്കും എമ്മാവൂസ് ചെയ്തത് കേരളത്തിൽ വളരെ ബോധ്യമുള്ള ധാരാളം അൽമായരെ വളർത്തിയെടുത്തു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എമ്മാവൂസ് ധ്യാനകേന്ദ്രമാണോ എന്ന്. അപ്പോൾ അന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ള മറുപടി ഇതാണ്, എമ്മാവൂസ് ധ്യാനകേന്ദ്രമല്ല, എമ്മാവൂസ് അൽമായ പരിശീലന കേന്ദ്രം. അതെ. അപ്പോൾ തീർച്ചയായിട്ടും എമ്മാവൂസിൽ നിന്ന് അങ്ങനത്തെ പരിശീലനം കിട്ടിയ ഒത്തിരി ആളുകളുണ്ടായിട്ടുണ്ട് കേരള സഭയിൽ. തീർച്ചയായിട്ടും അത് നവീകരണത്തിൻ്റെ ഒരു പ്രത്യേകമായ, നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്ന ഒരു വലിയ പ്രചോദനവും അതോടൊപ്പം തന്നെ ഒരു വലിയ ഗിഫ്റ്റുമാണെന്ന് ഞാൻ പറയും.
കാരണം കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും ദൈവം നൽകിയ ഒരു വലിയ ദാനമായിട്ടും ഒരവസരമായിട്ട് ഞാൻ പറയുന്നത് ഈ ലേറ്റീവ് ഫോർമേഷൻ സെൻ്ററാണ് എമാവസ്. അപ്പോൾ എമാവസ് ഒരു ലേറ്റീവ് ഫോർമേഷൻ സെൻ്ററായിട്ട് രൂപപ്പെടുത്താനായിട്ട് പ്രചോദനം നൽകിയത് ഒരാൾ വള്ളം കളത്തിലച്ഛനാണ്. കളത്തിലച്ഛനാണ് ആ പേര് നൽകിയതും. എമാവൂസ് എന്ന് അച്ഛന് ശേഷം ചെയർമാനായ ആളാണ് കളത്തിലച്ഛൻ. അതെ അതെ. അതോ പാലാട്ടിയത്തിന് ഇല്ല, എനിക്ക് ശേഷം കളത്തിലച്ഛൻ. അപ്പം അദ്ദേഹം നൽകിയ പേരാണ് LFC, ലേറ്റീവ് ഫോർമേഷൻ സെൻറ്റർ. അപ്പോൾ അന്നൊന്നും സഭയിൽ വലുതായിട്ട് അൽമായ പരിശീലനത്തെ പറ്റിയൊന്നും അധികം പറയാനില്ലായിരുന്നു. ലേറ്റീവ് ഫോർമേഷൻ ആൻഡ് കൊളാബറേഷൻ വിത്ത് ദ ലേറ്റി, ഇത് രണ്ടും ഈശ്വസഭയിൽ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഞാൻ എടുത്താണ് ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത്. അൽമായ പരിശീലനവും അൽമായരോടൊത്തുള്ള സഹവർത്തിത്വം പങ്കാളിത്തമാണ്. സഹവർത്തിത്വത്തെക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. മനസ്സിലായ? അൽമായർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. സഭയിൽ അൽമായരെ അവർ ദാനം ചെയ്യുന്നവരും പ്രാർത്ഥന ചെല്ലുന്നവരും മാത്രമാകാതെ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് സഭയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് അന്ന്, അതായത് 86 നമ്മൾ ലേറ്റീവ് ഫോർമേഷൻ സെൻറ്റർ തുടങ്ങുന്നത്. അന്നൊക്കെ നമ്മുടെ രൂപതകളിൽ അതിനെപ്പറ്റിയുള്ള വലിയ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. തന്നെയുമല്ല അച്ഛാ, ഈ എമ്മൗസിൽ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഞാൻ ആദ്യമായി സഭയിലെ കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റ് രീതികളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഞാൻ ആദ്യം കാണുന്നത് എമ്മൗസിൽ വരുമ്പോഴാണ്. അപ്പോൾ അതൊരു സൗന്ദര്യമാണ്. എമ്മൗസിൽ കേരളത്തിലെ 3 റീത്തുകളിലുമുള്ള വിശ്വാസ സമൂഹം ഒന്നിച്ചു വരുന്നു എന്ന അതൊരു എമ്മൗസിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ആദ്യം മുതലുള്ള നമ്മുടെ വിഷൻ്റെ ഒരു ഭാഗമായിരുന്നു. 1982 നമ്മൾ എമ്മാവൂസ് ആരംഭിക്കുമ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് ഞാൻ KSTയിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ എല്ലാ ക്രൈസ്തവർക്കും, അതായത് കത്തോലിക്ക സഭയിലുള്ള എല്ലാ 3 റീത്തുകൾക്കും ഒരുമിച്ച് വരാനുള്ള ഒരു സംവിധാനമായിരിക്കണം. ഒരു കുടുംബമായിട്ട് യേശു വിഭാവനം ചെയ്ത ഐക്യവും സ്നേഹവും സാഹോദര്യവും ഊട്ടി വളർത്തുന്ന ഒരു കുടുംബമായിട്ട് എമ്മാവൂസ് തീരണം എന്നുള്ളത്, അത് ഇന്നും തുടർന്നു കൊണ്ട് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ എവിടെല്ലാം ഈ ആക്റ്റീവായ കരിസ്മാറ്റിക് അൽമായരുണ്ടോ, ലോകത്തിൽ പ്രത്യേകിച്ച് ഗൾഫ്, യൂറോപ്പ്, അമേരിക്ക, ഇവിടെ എല്ലാം ആക്റ്റീവായ കരിസ്മാറ്റിക് അൽമായരുണ്ട്. അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചാൽ അവർ എമ്മാവൂസിൽ നിന്ന് ഫോർമേഷൻ കിട്ടിയവരാണ്. തീർച്ചയായിട്ടും എവിടെ ചെന്നാലും അത് കാണുമ്പോഴാണ് എമ്മാവൂസ് ആഗോള സഭയ്ക്ക് ഇപ്പം ശരിക്കും കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോയി അവിടെ കരിസ്മാറ്റിക് നവീകരണത്തെ വളരെ ശക്തമായിട്ട് നയിക്കുന്നുണ്ട് മലയാളികൾ. അവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എമ്മാവൂസാണ്. ഇന്ന് നമുക്ക് 32 രാഷ്ട്രങ്ങളിൽ നമ്മുടെ ജീസസ് യൂത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ജീസസ് യൂത്ത് ഒരു 76 മുതൽ 77 മുതൽ ചെറിയ രീതിയിലുണ്ടായിരുന്നു, പക്ഷേ അന്ന് പേര് കൊടുത്തിട്ടില്ലായിരുന്നു. 85 ജീസസ് യൂത്ത് എന്ന പേര് കൊടുക്കുന്നത്. അന്ന് 85 UNO യുവജനങ്ങളുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. സഭയും ജോൺ പോൾ രണ്ടാമൻ പിതാവും അത് യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ആ അവസരമാണ് നമ്മൾ മുതലെടുത്തത്. കേരള കൺവെൻഷൻ നടത്തി ജീസസ് യൂത്ത് 85 എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് പാലാട്ടിയച്ഛനാണ്. അപ്പോൾ നന്ദിയോടുകൂടി അതെല്ലാം അനുസ്മരിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ ജീസസ് യൂത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വളർച്ചയാണ്. ഇന്ന് 30 വർഷങ്ങൾക്ക് ശേഷം 32 രാഷ്ട്രങ്ങളിൽ നമ്മുടെ യൂത്ത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു വിസ്മയമല്ലേ, ഒരു അത്ഭുതമാണ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ. ആദ്യകാലത്ത് ജീസസ് യൂത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ പടിപടിയായിട്ട് വളർത്തും. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായ രീതിയിൽ. ഇപ്പോൾ അയർലൻഡിലൊക്കെ ചില പള്ളികൾ അടച്ചിടേണ്ടി വന്നു, കാരണം ആൾക്കാർ വരുന്നില്ലായിരുന്നു. നമ്മുടെ ആൾക്കാർ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് പ്ലീഡ് ചെയ്തിട്ട് 2 ആഴ്ച മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് വിശുദ്ധകുർബാന എഴുന്നള്ളിച്ച് തരാനായിട്ട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഇന്നിപ്പം 10, 100
200, 500, 1000 ആൾക്കാർ വരെ ആ പള്ളികളിൽ നിന്ന് വരുന്നുണ്ട്. അടച്ച പള്ളികൾ അടച്ച പള്ളികൾ തുറക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, എമ്മാവൂസിനെ കുറിച്ചും പള്ളിവാതിൽക്കലച്ചനെ കുറിച്ചും ഒരു ചൊല്ലുണ്ട്. അതായത് പള്ളിവാതിൽക്കലച്ചൻ്റെ ഒരു നുള്ള് കിട്ടാത്തവർ രക്ഷപ്പെടില്ല എന്ന് ജീവിതത്തിൽ. പള്ളിവാതിൽക്കലച്ചൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് എമ്മാവൂസിൽ വരുമ്പോൾ അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരു നുള്ള് നൽകിക്കൊണ്ടാണ്. ആ നുള്ളിലൂടെ കിട്ടുന്നത് വേദനയല്ല, സ്നേഹമാണ് കിട്ടുക. അതനുഭവിച്ച ധാരാളം അൽമായ സഹോദരങ്ങൾ ഇന്ന് ലോകം മുഴുവനും കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുത്ത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിവാതിൽക്കലച്ചനെ കേരള കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം.